നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് അത്തമാണ്. അത്തം 10 പൊന്നോണവും. ലോകമെങ്ങുമുള്ള മലയാളികൾ ഇനി ആഘോഷത്തിന്റെയും ഉത്സവത്തിന്റെയും ദിനരാത്രങ്ങളിലാണ്. നമുക്ക് നമ്മുടെ മനസ്സുകളിൽ സന്തോഷത്തിന്റെയും നന്മയുടെയും പൂക്കളങ്ങളിടാം, സന്തോഷവും സമാധാനവും പങ്കുവയ്ക്കാം. പ്രിയ പ്രേക്ഷകർക്ക് ഓണാശംസകൾ നേരുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പൊന്നോണ വരവറിയിച്ച് ഇന്ന് അത്തം. തൃപ്പൂണിത്തുറയിലെ അത്തം ഘോഷയാത്രയോടെ സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. രാവിലെ 9 മണിക്ക് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. P രാജീവ് അത്തപതാക ഉയർത്തും. ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് നടൻ ജയറാം. കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ ഇന്നു മുതൽ. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഇനി ആഘോഷത്തിന്റെയും ഉത്സവത്തിന്റെയും ദിനരാത്രങ്ങൾ. ഇന്ത്യൻ നാവികസേനയ്ക്ക് സുപ്രധാന ചുവടുവയ്പ്. അത്യാധുനിക സൗകര്യമുള്ള INS ഉദയഗിരി, INS ഹിമഗിരി യുദ്ധക്കപ്പലുകൾ ഇന്ന് കമ്മീഷൻ ചെയ്യും. 2 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത് ഇതാദ്യം. ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലുകൾ സേനയുടെ ഭാഗമാകുന്നത് വിശാഖപട്ടണത്ത് നടക്കുന്ന ചടങ്ങിൽ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥി. പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള സസ്പെൻഷന് ശേഷം മൗനം തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. അടൂരിലെ വീട്ടിൽ മാധ്യമങ്ങളെ കണ്ടേക്കും. രാഹുലിനോട് ഇനിയും വിശദീകരണം ആവശ്യപ്പെടാതെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര 10ാം ദിവസത്തിലേക്ക്. പ്രിയങ്ക ഗാന്ധി ഇന്നും, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നാളെയും യാത്രയുടെ ഭാഗമാകും. യാത്രയ്ക്കൊപ്പം ചേരാൻ തയ്യാറെടുത്ത് കൂടുതൽ ഇന്ത്യ സഖ്യ നേതാക്കൾ. 30 ദിവസത്തിലധികം ജയിൽവാസം അനുഭവിക്കുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ലിൽ ഭരണ പ്രതിപക്ഷ പോര് രൂക്ഷം. കേരള ക്രിക്കറ്റ് ലീഗിൽ ഏഡിസ് കൊല്ലത്തിന് 2ാം ജയം. തൃശൂർ ടൈറ്റൻസിനെ തോൽപ്പിച്ചത് 8 വിക്കറ്റിന്. ഇന്ന് 2:30-ക്ക് ആദ്യ മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. 6:45-ന് 2ാം മത്സരത്തിൽ ആലപ്പി റിപ്പിൾസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് അത്തം. തിരുവോണത്തെ വരവേൽക്കാനായി ഇന്നു മുതൽ ഓരോ മലയാളികളുടെയും അങ്കണത്തിൽ പൂക്കളങ്ങൾ നിറയും. അത്തം ഒരു ഓർമ്മപ്പെടുത്തലാണ്. തിരുവോണമിങ്ങ് എത്താറായെന്ന ഓർമ്മപ്പെടുത്തൽ. അത്തം നാളിൽ തുടങ്ങുന്ന ആഘോഷം തിരുവോണത്തോടെ അതിന്റെ പാരമ്യത്തിലെത്തും. അതിന്റെ തുടക്കമാണ് അത്തം. നമ്മുടെ നാടിന്റെ ഗ്രാമീണ സൗന്ദര്യവും പരമ്പരാഗത ആചാരങ്ങളുമെല്ലാം ഓണാഘോഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. പൂക്കളുടെ കൂടി ആഘോഷമാണ് ഓണം. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകളാണ് വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കുന്നത്. തുമ്പ, മുക്കുറ്റി, തെച്ചി, നന്ദ്യാർവട്ടം, കോളാമ്പിപ്പൂക്കൾ എന്നിവയെല്ലാം അത്തപ്പൂക്കളത്തിൽ സ്ഥാനം കണ്ടെത്താറുണ്ട്. അത്തം നാളിൽ നൈർമല്യത്തിന്റെ തുമ്പപ്പൂയിട്ടാണ് പൂക്കളമൊരുക്കുക. പിന്നെ തുളസിയിടും. അത്തം ചിത്തിര നാളിൽ ഈ 2 പൂക്കൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. 3ാം ദിവസം മുതലാണ് നിറങ്ങളുള്ള പൂക്കൾ ഉപയോഗിച്ചുള്ള പൂക്കളം. 10ാം ദിവസം 10 തരം പൂക്കളിട്ട് പൂക്കളമൊരുക്കുന്നു. പല നാട്ടിലും പലതാണ് ആചാരങ്ങൾ. പക്ഷേ ഒരൊറ്റ മനസ്സോടെ പൂക്കളം തീർക്കുന്നത് മഹാബലിയെ വരവേൽക്കാനാണ്. ഇപ്പോൾ കാലങ്ങളായി മറുനാട്ടിലെ പൂക്കളാണ് നമ്മുടെ പൂക്കളങ്ങളെ മനോഹരമാക്കുന്നത്. പറമ്പും കുന്നും മലയും പാടവും താണ്ടി പൂക്കൾ തേടിപ്പോകുന്ന കുട്ടികളും അവരുടെ ആഘോഷ തിമിർപ്പുകളുമൊക്കെ ഇന്ന് ഓർമ്മകളാണ്. പക്ഷേ ബാല്യത്തിന്റെ നിഷ്കളങ്കതയിൽ ആനന്ദമല്ലാതൊന്നും ഓണമോർമ്മകളിൽ നിറയാറില്ല. നമ്മുടെ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ് ഓണം. അതുകൊണ്ട് തന്നെ അത്തം നാളിനും പ്രാധാന്യം ഏറെയുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ മഹത്തായ പ്രതീകമായി അത്തം കാലങ്ങളായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തച്ചമയവും പുലികളിയും വള്ളംകളിയുമെല്ലാം നാം ഇന്നും ആഘോഷിക്കുന്നത്. നാടും നഗരവും ഇന്ന് വ്യത്യാസമില്ലാതെ ക്ലബ്ബുകളും മറ്റ് കൂട്ടായ്മകളുമെല്ലാം ഇനി ഓണാഘോഷ പരിപാടികളാൽ സജീവമാകും. ഗൃഹാതുരമായ ഓർമ്മകളാണ് മലയാളിക്ക് ഓരോ ഓണക്കാലവും സമ്മാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് രാവിലെ 9-ന് മന്ത്രി MP രാജേഷ് അത്താഘോഷം ഉദ്ഘാടനം ചെയ്യും. നടൻ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് 9:30-ന് അത്തം ഘോഷയാത്ര ആരംഭിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, തൃപ്പൂണിത്തുറയിലെ അത്തം ഘോഷയാത്രയോടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ്. അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ഗോപിക, മലയാളക്കരയിലേക്ക് ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് നടക്കുകയാണ്. ഇന്ന് 9:30യോടുകൂടിയാണ് ഈ ഘോഷയാത്രയുടെ തുടക്കം കുറിക്കുന്നത്. രാവിലെ 9 മണിക്ക് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി MP രാജേഷ് അത്തച്ചമയ ഘോഷയാത്രയുടെ ഉദ്ഘാടനം നടത്തും. ഇതിന്റെ ഭാഗമായിട്ടുള്ള അത്തപതാക ഉയർത്തും. അതിനുശേഷം 9:30യോടുകൂടി മന്ത്രി P രാജീവ് അത്തപതാക ഉയർത്തും. 9:30ഓടുകൂടി ജയറാമാണ് ഈ അത്ത ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നടത്തുന്നത്. ഈ ഫ്ളാഗ് ഓഫിന് ശേഷം അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറ നഗരം ചുറ്റി വീണ്ടും തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അവസാനിക്കും. ഈ ആഘോഷങ്ങളോടുകൂടി തന്നെയാണ് ഏതായാലും സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി ഇന്ന് ഉയർത്തേണ്ട പതാകയെ സ്വീകരിക്കുന്ന ഘോഷയാത്ര നടത്തിയിരുന്നു. ഹിൽ പാലസിൽ നിന്ന് രാജപ്രതിനിധി തൃപ്പൂണിത്തുറ നഗരസഭ അധ്യക്ഷക്ക് ഈ പതാക കൈമാറുകയും പിന്നീട് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ പതാക അത്തനഗറിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വർണ്ണാഭമായ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇന്ന് നടക്കുക. ഈ ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി 450ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് തൃപ്പൂണിത്തുറ നഗരത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി. ഈ ശോഭയാത്രയിൽ പങ്കെടുക്കുന്ന ഈ ടാബ്ലോ അടക്കമുള്ള നിശ്ചല ദൃശ്യങ്ങളെല്ലാം തന്നെ അണിനിരക്കുന്നതായിരിക്കും. ഗോപിക, ശരി. ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് രാവിലെ 9-ന് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കിരണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് വർദ്ധിപ്പിച്ചു. 500 രൂപ വർദ്ധിപ്പിച്ച് 4500 രൂപയാക്കി. ബോണസിന് അർഹതയില്ലാത്തവർക്ക് നൽകുന്ന ഉത്സവ ഭത്തയും കൂട്ടി 250 രൂപ വർദ്ധിപ്പിച്ച് 3000 രൂപയാക്കും ഉത്സവ ഭത്തയെ ലഭിക്കുക. സർവീസ് പെൻഷൻകാരുടെ ഉത്സവ ഭത്ത 250 രൂപ വർദ്ധിപ്പിച്ച് 1250 രൂപയാക്കി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കും. 13 ലക്ഷം പേർക്ക് സഹായം ലഭിക്കും. സംസ്ഥാന സർക്കാർ AAY റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകുന്ന സൗജന്യ ഓണക്കിറ്റ് വിതരണം ഇന്നു മുതൽ. രാവിലെ 9-ന് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചസാര, വെളിച്ചെണ്ണ, ചെറുപയർ, വൻപയർ, കശുവണ്ടി, മിൽമ നെയ്, പായസം മിക്സ്, മുളക് പൊടി, മഞ്ഞപ്പൊടി തുടങ്ങി 14 ഇനം അവശ്യ വസ്തുക്കൾ അടങ്ങിയ ഓണക്കിറ്റാണ് വിതരണം ചെയ്യുക. കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയുടെ ഉദ്ഘാടനവും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 30% മുതൽ 50% വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ഓണച്ചന്തയിൽ നിന്നും ലഭ്യമാകും. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഉദ്ഘാടനം. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഓണം മൂഡ്. ഓണം മൂഡ് പാട്ടിനെ നൃത്തം ചെയ്ത് വൈറലാവുകയാണ് കൊച്ചി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ. ഓഫീസിലെ എല്ലാവരും ഈ വീഡിയോയുടെ ഭാഗമായിട്ടുണ്ട്. നിരവധി പേരാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് എത്തിയ ഈ ന്യൂജൻ വീഡിയോ കണ്ടത്. ഈ വൈറൽ വീഡിയോയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുന്നുണ്ട്. ഇത്തവണത്തെ ഓണം മൂഡ് പാട്ട് എല്ലാവർക്കും അറിയാം. ആ പാട്ടിന് വൈറൽ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്ന കുറേ ആളുകളാണ് നമുക്കൊപ്പം ഉള്ളത്. കൊച്ചി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരാണ് ഈ വൈറൽ വീഡിയോയ്ക്ക് പിന്നിൽ. ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സാർ, പേരെന്ന് പറയുന്നത്? പേര് കൃഷ്ണപ്രസാദ്, പോസ്റ്റ് മാസ്റ്റർ, കൊച്ചി HO.
എങ്ങനെയാണ് ഇത്ര പൊളിയായിട്ടുള്ള ഈ ഒരു വീഡിയോ ചെയ്തത്? ആക്ച്വലി നമ്മൾ എല്ലാ വർഷവും ഓണാഘോഷം നടത്താറുണ്ട്. അപ്പോൾ നമ്മളുടെ സ്റ്റാഫ്, അതുപോലെ നമ്മളുടെ ഇവിടുന്ന് റിട്ടയർ ചെയ്ത ജീവനക്കാർ, ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ ആ ഒരു യൂണിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഓണാഘോഷ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ആ ചിങ്ങം 1 തന്നെ ഒരു ടീസർ, ഈ ഒരു ഓണപ്പരിപാടി ഞങ്ങളതിന് പേരിട്ടിരിക്കുന്നത് നമ്മോണം പൊന്നോണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടീസർ, ഒരു പ്രൊമോഷൻ വീഡിയോ എന്നുള്ള രീതിയിലാണ് സാധാരണ ഒരു ഇതിൽ നമ്മൾ കാഷ്വലായിട്ട് ചെയ്തതാണ്. പക്ഷേ അത് ഒത്തിരി വൈറലായി. നമ്മളുടെ ഓഫീസ് കഴിഞ്ഞിട്ട് 5 മണി കഴിഞ്ഞ ശേഷം നമ്മളിവിടെ എല്ലാവരും കൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തതാണ്. പക്ഷെ അത് ഒത്തിരി വൈറലായി. അപ്പോൾ സന്തോഷമുണ്ട് ഒത്തിരി. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്, എല്ലാവരുടെയും ഫേസിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം കാണിക്കുന്നത് ഞങ്ങളുടെ ഒരു യൂണിറ്റിയാണ്, ഒരു വണ്ണസ്സാണ്. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞങ്ങൾക്കും വളരെ സന്തോഷമായി, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. ഇനി വീഡിയോയുടെ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. പേരെന്താ? ഹരികൃഷ്ണൻ പേര്. എങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ളൊരു ഐഡിയയിലേക്ക് വന്നത്? ഇവിടെ പെട്ടെന്ന് ഒരു പ്രോഗ്രാം, എനിക്കൊരു ടീച്ചർ ഇറക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദീപ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഒരുപാട് ഷോട്ടൊന്നും എടുക്കേണ്ടിയൊന്നും വന്നിട്ടില്ലായിരുന്നു. എല്ലാവർക്കും ഒരു ന്യൂജൻ വൈബൊക്കെ ആയോണം. അതെ, എല്ലാവർക്കും തന്നെയാണ്. പ്രായഭേദമൊന്നുമില്ല, എല്ലാവരും ചെറുപ്പമാണ്. അത് ആ ചിരിയിൽ തന്നെ കാണാനും ഉണ്ട് എല്ലാവരും. അതുപോലെ ഡാൻസും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അതെ അതെ അതെ, ഈ ഡാൻസ് കളിച്ചവരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല. പലപ്പോഴും പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓൾഡ് ജെൻ എന്നുള്ളൊരു രീതിയിലാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ആവറേജ് എടുക്കുവാണെങ്കിൽ ഒരു ബിലോ 30 ആണ് ഇവിടുത്തെ ആവറേജ് ഏജ്. ഭയങ്കര പൊളിയാണല്ലോ. അപ്പോൾ ആ ഒരു കൂടെയുള്ളവരെല്ലാം ഇതാണല്ലോ, അപ്പോൾ ആ ഒരു വൈബ് നമുക്കും കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒരു മനസ്സോടുകൂടി ചേർന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയത്. അപ്പോൾ ദീപയാണ് ഇതിൻ്റെ ഒരു പിന്നിൽ പ്രവർത്തിച്ച വേറൊരാൾ. ഇങ്ങനൊരു ഡിസ്കഷൻ വന്നപ്പോൾ ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. എല്ലാവരും അതിന് കറക്റ്റായിട്ട് ഞങ്ങളെ സഹകരിച്ചു എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ഒരു ചമ്മലൊക്കെ ഉണ്ടാവും വീഡിയോ എടുക്കാൻ പോകാമെന്ന്. പക്ഷേ ഇവിടെ ആർക്കും അത് വന്നില്ല. ഞാൻ ആദ്യം ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കൊച്ചിയിൽ ഇങ്ങനെ ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. കൊച്ചിയിൽ മാത്രമല്ല, എല്ലായിടത്തും ഓണം എത്തിക്കഴിഞ്ഞു. അതിന് ഈ തുടക്കമാണ്, ആ അടിപൊളി ഓണാഘോഷത്തിൻ്റെ തുടക്കമാണ് ഈ വൈറൽ വീഡിയോ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമ്മോണം കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിസ്മയം തീർത്തിരിക്കുകയാണ് ഒരു വനിതാ കർഷക. തൃശൂർ കടിമ്പ്രം പാട്ടുകുളങ്ങര നരിക്കുഴിപ്പറമ്പിൽ അബ്ദുൾ സലീമിന്റെ മകളും കർഷകയുമായ സുമയ്യയാണ് പരീക്ഷണ കൃഷിയിൽ നൂറുമേനി സ്വന്തമാക്കിയത്. കഴിമ്പ്രം പാട്ടുകുളങ്ങര കാർത്തിയാനി ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് സുമയ്യയുടെ പൂക്കൃഷി. വലപ്പാട് കൃഷിഭവനിൽ നിന്നും ലഭിച്ച 500ഓളം ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം സന്ദർശകർക്ക് കൗതുക കാഴ്ചയൊരുക്കുകയാണ്. ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കടന്നത്. ഈ വർഷം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു 500 തൈ എടുത്തിട്ടാണ് ചെയ്തത്. സെർച്ച് ചെയ്തു ഇതേക്കുറിച്ച്, പലരും ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസുകൾ കണ്ടിട്ടും അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തു, അങ്ങനെയാണ് ഇറങ്ങിയത്. അടുത്ത വർഷം ഇത്തിരി വിപുലമായി ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ വർഷം വിജയിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ട സുമയ്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമാണ്. ഓണവിപണിയെ ലക്ഷ്യമാക്കി ചെയ്ത പൂക്കൃഷിയുടെ വിളവെടുപ്പ് എത്രയും വേഗം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സുമയ്യ. അമൃത ന്യൂസ്, തൃശൂർ. മലയാളിയെ സംബന്ധിച്ച് ഓണക്കാലത്ത് ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒന്നാണ് അത്തപ്പൂക്കളം. അത്തം മുതൽ 10 ദിവസം ആചാരപ്രകാരം പൂക്കളം ഇട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മൾ മലയാളികൾക്ക്. എന്നാൽ ഇപ്പോൾ റെഡിമെയ്ഡ് പൂക്കളങ്ങൾ വിപണി കീഴടക്കിയതോടെ കൂടുതൽ പ്രചാരവും ഇന്ന് അത്തരം പൂക്കളങ്ങൾക്കാണ്. സൗമ്യ ഹരിഹരൻ്റെ റെഡിമെയ്ഡ് പൂക്കളങ്ങൾക്ക് കടൽ കടന്നും ഡിമാൻഡ് ഏറുകയാണ്. 2 ആഴ്ചക്കിടെ UK, UAE രാജ്യങ്ങളിലെ 30-ലധികം മലയാളി വീടുകളിൽ സൗമ്യയുടെ പൂക്കളങ്ങൾ എത്തിക്കഴിഞ്ഞു.
വിദേശ രാജ്യങ്ങളിൽ പൂക്കളം ഒരുക്കുവാനുള്ള പ്രയാസവും കൂടുതൽ ആഘോഷ പരിപാടികൾ നടത്തുന്നതും തുടർ വർഷങ്ങളിൽ പുനരുപയോഗിക്കാമെന്ന ഗുണവുമാണ് സൗമ്യയുടെ പൂക്കളങ്ങൾക്ക് ഡിമാൻഡ് കൂട്ടിയത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞാനിത് നോക്കി വെച്ചതാണ്. നമ്മുടെ ഈ നോർത്ത് ഇന്ത്യക്കാർ റംഗോലി മാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൈമിൽ ഓണത്തിന് ടൈമിൽ നമുക്ക് റെഡിമെയ്ഡ് പൂക്കളം ചെയ്താലെന്നുള്ളൊരു ആശയം അങ്ങനെ ഉദിച്ചതാണ്. നമ്മൾ നെറ്റിപ്പട്ടം മേടിക്കുന്ന അവിടെ നിന്ന് തന്നെ, തൃശ്ശൂരിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുന്നത്. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഐറ്റംസും എടുക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്കാണ്, മലയാളികൾ തന്നെയാണ്. അവിടെ ഓണാഘോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ന് എടുക്കുന്നത്. കട്ടിയുള്ള കോട്ടൺ തുണിയിൽ ഫെദർ വൂൾ എന്ന നൂലൊട്ടിച്ചാണ് പൂക്കളം തയ്യാറാക്കുന്നത്. ആവശ്യക്കാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഡിസൈനുകളിൽ പൂക്കളം തയ്യാറാക്കും. 2 അടി മുതൽ 4 അടി വരെ വലിപ്പമുള്ള പൂക്കളങ്ങൾക്ക് 2000 മുതൽ 4500 രൂപ വരെയാണ് വില. ബിഎഡിന് ശേഷം ഗസ്റ്റ് അധ്യാപികയായി ജോലി ചെയ്തിരുന്ന സൗമ്യ കോവിഡ് കാലത്താണ് ക്രാഫ്റ്റ് രംഗത്തേക്ക് വഴിമാറിയത്. ഭർത്താവ് ഹരിഹരനും മക്കൾ ദേവികയും ധന്യന്തും അമ്മ ശാന്തയും പിന്തുണയും സഹായവുമായി ഒപ്പമുണ്ട്. നാഗരിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും മലയാളികളുടെ ഈ ഓണക്കാലത്തെ കളറാക്കുകയാണ് ഇത്തരം റെഡിമെയ്ഡ് അത്തപ്പൂക്കളങ്ങൾ. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ആർ ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളുള്ള 2 യുദ്ധക്കപ്പലുകൾ ഇന്ന് കമ്മീഷൻ ചെയ്യും. ആത്മനിർഭർ ഭാരതിന് കീഴിൽ തദ്ദേശീയമായി നിർമ്മിച്ച INS ഉദയഗിരി, INS ഹിമഗിരി എന്നിവയാണ് വിശാഖപട്ടണത്ത് നടക്കുന്ന ചടങ്ങിൽ സേനയുടെ ഭാഗമാകുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നാവികസേനയുടെ ശ്രമങ്ങൾക്ക് ഇരട്ടി ഊർജം പകർന്നുകൊണ്ടാണ് പുതിയ യുദ്ധക്കപ്പലുകൾ സജ്ജമായിരിക്കുന്നത്. കരുത്തുറ്റതും സ്വയം പര്യാപ്തവുമായ ഒരു സമുദ്ര പ്രതിരോധ സംവിധാനം ഒരുക്കാനുള്ള ഭാരതത്തിന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ആധിപത്യത്തിനെതിരെ ശക്തമായ പ്രതിരോധ സംവിധാനമായി പ്രവർത്തിക്കാൻ നാവികസേനയെ പുതിയ യുദ്ധക്കപ്പലുകൾ സഹായിക്കും. മലാക്ക കടലിടുക്ക് മുതൽ ആഫ്രിക്ക വരെയുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ നാവിക സാന്നിധ്യം ശക്തമാക്കാനും ഇതിലൂടെ സാധിക്കും. 30 വർഷത്തിലേറെ സേവനം നൽകി ഡീകമ്മീഷൻ ചെയ്ത INS ഉദയഗിരി, INS ഹിമഗിരി എന്നീ കപ്പലുകളുടെ സ്മരണാർത്ഥമാണ് പുതിയ കപ്പലുകൾക്ക് ഈ പേരുകൾ നൽകിയിരിക്കുന്നത്. ഏറ്റവും ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ യുദ്ധക്കപ്പലുകൾക്ക് ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് സഞ്ചരിക്കാൻ കഴിവുണ്ട്. ഡിസൈൻ, ആയുധങ്ങൾ, സെൻസർ സംവിധാനങ്ങൾ എന്നിവയിൽ മുൻ തലമുറ കപ്പലുകളേക്കാൾ ഏറെ മുൻപന്തിയിലാണ്. അത്യാധുനിക ആയുധങ്ങളും നൂതന പ്രൊപ്പൽഷൻ സംവിധാനങ്ങളും ഇതിലുണ്ട്. മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ പ്രോജക്ട് 17 ആൽഫയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന കപ്പലുകളിൽ 75% ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുംബൈയിലെ മസഗോൺ കപ്പൽശാലയിലാണ് ഉദയഗിരി നിർമ്മിച്ചിരിക്കുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത 100ാമത്തെ കപ്പൽ കൂടിയാണിത്. കൊൽക്കത്തയിലെ കപ്പൽശാലയിലാണ് INS ഹിമഗിരി ഒരുങ്ങിയത്. കൊൽക്കത്ത ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് P-17A ഭാഗമായി നിർമ്മിച്ച ആദ്യ കപ്പലാണ് INS ഹിമഗിരി. ഇതാദ്യമായാണ് 2 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത്. ഇതോടൊപ്പം രാജ്യത്തെ തൊഴിലവസരങ്ങൾക്ക് കൂടി ഇവയുടെ നിർമ്മാണം മുതൽക്കൂട്ടായിട്ടുണ്ട്. 4000-ഓളം പേർക്ക് നേരിട്ടും 10,000-ഓളം പേർക്ക് പരോക്ഷമായും ഇതിലൂടെ തൊഴിൽ ലഭിച്ചുവെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്ക്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പര്യടനം തുടരുന്നു. യാത്രയുടെ 10ാം ദിവസമായ ഇന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും പങ്കെടുക്കും. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര 10ാം ദിവസത്തിലെത്തി നിൽക്കുന്നു. നാളെ MK സ്റ്റാലിൻ ചേരുന്നുണ്ട്. ഈ യാത്ര കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെയും തീരുമാനം, അല്ലേ? ഗോപിക, വലിയ രീതിയിൽ BJPയുടെ ഭാഗത്ത് നിന്ന് യാത്രക്കെതിരെയും രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആരോപണങ്ങൾക്കെതിരെയും വിമർശനം തുടരുമ്പോഴും പക്ഷേ ഈ വോട്ടർ അധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി ബീഹാറിൽ പര്യടനം തുടരുകയാണ്. പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെല്ലാം തന്നെ ഈ റാലിയിലാകെ തന്നെ പങ്കെടുക്കുന്നുണ്ട്, പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പ്രിയങ്ക ഗാന്ധി ഈ യാത്രയുടെ ഭാഗമാണ്. 2 ദിവസമാണ് പ്രിയങ്ക ഈ യാത്രയ്ക്കൊപ്പം ഉണ്ടാവുക. ഒപ്പം തന്നെ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും എത്തും. ഒപ്പം തന്നെ നാളെ MK സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എത്തും. അതുപോലെ തന്നെ കനിമൊഴി
കൈമൊഴിയും എത്തുമെന്നാണ്. രണ്ടുപേരും പ്രധാനമായും ഈ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും എന്നത് തന്നെയാണ് വ്യക്തമാക്കിയത്. തേജസ്വി യാദവ് പൂർണ്ണമായും ഒട്ടുമിക്ക സമയത്തും ഈ യാത്രയ്ക്കൊപ്പമുണ്ട്. രാഹുൽ ഗാന്ധി നടത്തിയ ബൈക്ക് റാലിയിലടക്കം തേജസ്വി യാദവ് പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. വിവിധയിടങ്ങളിൽ സാധാരണ ആളുകളുമായി സംസാരിച്ച അവരുടെ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമായും രാഹുൽ ലക്ഷ്യമിടുന്നത്. യാത്ര പൂർത്തിയാകുന്നതോടെ എന്തുകൊണ്ട് ഇത്തരം ഒരു യാത്ര സംഘടിപ്പിക്കേണ്ടിവെന്നും എന്താണ് ബീഹാറിൽ സംഭവിച്ചതെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മാത്രമല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും ഇത്തരം യാത്രകളിലേക്ക് പോകും എന്നുള്ളതാണ് കോൺഗ്രസും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ ഇന്ത്യ സഖ്യം ഇതിന് പൂർണ്ണ പിന്തുണ നൽകുന്നത്. ഓരോ സംസ്ഥാനത്തിനും സമാനമായ രീതിയിൽ തന്നെ ക്രമക്കേടും ഒപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളുമെല്ലാം തന്നെയുണ്ട്. മാത്രമല്ല ഇപ്പോൾ ബീഹാറിലാണ് വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കേരളത്തിലേക്ക് അടക്കം ഇത് എത്തുമെന്നത് കൂടി കണ്ടുകൊണ്ടാണ് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ 30 ദിവസത്തിലധികം ജയിൽവാസം അനുഭവിക്കുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ലിൽ ഭരണപ്രതിപക്ഷ പോരും രൂക്ഷമാണ്. നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രധാനമന്ത്രിയെ കൂടി ബില്ലിന്റെ പരിധിയിൽ കൊണ്ടുവന്നതെന്നാണ് BJPയുടെ വാദം. പ്രശാന്ത്, ഈ പാർലമെന്റിന് പുറത്തേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള പ്രതിപക്ഷ നീക്കത്തെ തടയാനല്ലേ BJPയുടെ ശ്രമം? ബില്ലിന്റെ അന്തസത്ത എന്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് BJP. അധികാരികൾ അഴിമതിക്കാരാകുമ്പോൾ ഭരണം ശരിയായ ദിശയിലേക്ക് പോകില്ല. ജനാധിപത്യ സംവിധാനങ്ങളെ ആകെ തന്നെ അത് തകർക്കുന്ന സ്ഥിതിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ബിൽ അത്യന്താപേക്ഷികമാണ് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ നിലപാട്. അതുകൊണ്ട് ബില്ലിനെ എതിർക്കുന്നവർ രാജ്യവിരുദ്ധ നിലപാടുകൾ എടുക്കുന്നവരാണെന്ന ചർച്ച ഇതിനോടകം തന്നെ BJP മുന്നോട്ട് വെക്കുന്നു. മാത്രമല്ല അഴിമതിക്ക് കുടപിടിക്കാനുള്ള ഇത്തരം നീക്കങ്ങൾ എന്നുള്ളതാണ് ആരോപണം ഉന്നയിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ പാർട്ടികളെ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരം ബില്ല് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിൽ പ്രധാനമന്ത്രിയെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത് പോലും നിലവിലെ കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. അവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിക്ക് കേസെടുത്താൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു കേസ് പ്രതിപക്ഷ പാർട്ടികൾ നൽകുന്നത് എടുത്താൽ പോലും ഒരു കാരണവശാലും 30 ദിവസത്തോളം ജയിലിൽ പോകുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും ഒരു കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. അത് കേന്ദ്ര മന്ത്രിമാർക്കെതിരെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കളുമെല്ലാം സുരക്ഷിതരാണ്. പ്രതിപക്ഷ പാർട്ടികളെ നേതാക്കന്മാരെ തിരഞ്ഞുപിടിച്ച് അവരുടെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാനുള്ള നീക്കമായി തന്നെയാണ് വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റിനകത്ത് നടത്തിയ പ്രതിഷേധത്തിന്റെ മറ്റൊരു വശത്തിലേക്ക് രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ പോകാൻ തീരുമാനിക്കുന്നത്. ഒരുപക്ഷേ ഈ വോട്ടർ അധികാര യാത്രയ്ക്ക് ശേഷം അത്തരമൊരു നീക്കത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ കടക്കും. ഗോപിക, ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിന്റെ വാദം ഇന്നും തുടരും. സമയപരിധി ഭരണഘടനാ വിരുദ്ധമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? ഗോപി, ഇത് 15ാം തവണയാണ് രാഷ്ട്രപതിയുടെ റഫറൽ ഇത്തരത്തിൽ സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് വരുന്നത്. കേരളത്തിന്റെ ഉൾപ്പെടെ ചില നിയമങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള റഫറൽ നേരത്തെ രാഷ്ട്രപതി നൽകിയിരുന്നു. 1958 അത്തരമൊരു നീക്കമുണ്ടാകുന്നത്. തുടർന്ന് ഇങ്ങോട്ട് 2004 വരെ ഇത് തുടർന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം. അത് പ്രത്യേകിച്ച് ബില്ലിന്മേൽ നിയമസഭ പാസാക്കിയ ബില്ലിന്മേൽ തീരുമാനമെടുക്കാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു. അത് രാഷ്ട്രപതിക്കും ഒപ്പം തന്നെ ഗവർണർമാർക്കും കൂടി ബാധകമാകുന്ന തരത്തിലേക്ക് വരുന്നു. അതിൽ തമിഴ്നാടിന്റെ ഹർജി പരിഗണിച്ചാണ് നീക്കമുണ്ടാകുന്നത്. കേരളത്തിന്റെ കൂടി ഹർജി അതിന്റെ ഭാഗമായി പരിഗണിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിലാണ് വ്യക്തത തേടിയത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ് രാഷ്ട്രപതി ഭവനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും വാദിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്? 5 അംഗ ബെഞ്ചാണ് ഇപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇതുവരെ കേന്ദ്ര സർക്കാർ നിലപാടെടുത്തത് ഇത് ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പിലാക്കേണ്ടതാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ നീക്കമുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്നും സമാനമായ രീതിയിലുള്ള വാദം തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുക. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് കേൾക്കുമ്പോൾ തന്നെ ജലോത്സവ പ്രേമികളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പേരാണ് കാരിച്ചാൽ. ജലചക്രവർത്തിയായി അറിയപ്പെടുന്ന കാരിച്ചാൽ ചുണ്ടനാണ് ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ചുണ്ടൻ. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷിംഗ് വര കടന്നതും കാരിച്ചാൽ തന്നെ. ലാലേട്ടനെ പോലെ ഇടത്തോട്ട് ഒരു ചരിവുള്ള അവനെ താഴെ രാജാവിനോടും ഉപമിക്കാറുണ്ട്. ഇടം തോളചരിച്ച് മലയാള സിനിമാ ലോകത്തിലേക്ക് കടന്നു വന്ന താരരാജാവ് മോഹൻലാലാണെങ്കിൽ ജലോത്സവ പ്രേമികൾക്കിടയിൽ ജലരാജാവ് അവനാണ്. പ്രതിനായകനായി എത്തി ലാലേട്ടൻ അബ്രപാളികൾ കീഴടക്കിയതുപോലെ വില്ലൻ വേഷമണിഞ്ഞ് അമരമൊന്ന് ചിരിച്ച് ആദ്യ മത്സരത്തിൽ തന്നെ കായലിൻ്റെ ഓളപ്പരപ്പിലേക്ക് ഊളിയിട്ടവൻ.
മത്സരവള്ളംകളിക്ക് ചേർന്നവനല്ല എന്ന വിധി എഴുതിയവരെ കൊണ്ട് തന്നെ ആർപ്പുളിപ്പിച്ച കാരിരുമ്പിൻ്റെ കരുത്തുള്ള പോരാളി കാരിച്ചാൽ ജലചക്രവർത്തി കാരിച്ചാൽ ചുണ്ടൻ. ആയിരത്തി 1971 ആദ്യമായി നെഹ്റു ട്രോഫിക്കിറങ്ങിയ പുത്തൻ ചുണ്ടൻ പാതി വഴിയിൽ മുങ്ങിത്താഴ്ന്നു. ഇനിയൊരു തിരിച്ചുവരവ് അവനില്ല എന്ന് എല്ലാവരും വിധിയെഴുതി. എന്നാൽ കാലം കാത്തുവച്ച കർമ്മനീതി പോലെ 74 കപ്പുയർത്തിയ അവൻ വിമർശകർക്ക് മറുപടി നൽകി. വിധി പോലും തോറ്റു തല താഴ്ത്തിയ നിമിഷം അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് കണ്ടത് കായലിൻ്റെ ഓളങ്ങളെ ഭേദിച്ചുള്ള അവൻ്റെ തേരോട്ടം. തോറ്റുപോയിടത്തു നിന്നും വിമർശകരെ കൊണ്ടുപോലും കൈയടിപ്പിച്ച പോരാട്ടത്തിൻ്റെ നാളുകൾ. 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട വീരൻ. ഒടുവിൽ കാലം അവനെ വിളിച്ചു ജലചക്രവർത്തി. ഈ വള്ളം സ്പീഡ് എടുക്കുമ്പോൾ ആ സ്പീഡിനനുസരിച്ച് എൻ്റെ വേഗത കിട്ടാൻ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചരിഞ്ഞു കൊടുക്കും. ആ തുഴച്ചിലിനനുസരിച്ച് വേഗത വരുമ്പോഴേ വള്ളം നൂരത്തുള്ളൂ. മോഹൻലാലും ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നു, ഇവനും ചരിഞ്ഞ് കിടക്കത്തുള്ളൂ. കാരിച്ചാൽ ചുണ്ടനും മോഹൻലാലിനുമായിട്ട് ഉപമിക്കുന്നുമുണ്ട്. ആ കരുത്തിന് മുന്നിൽ ആ ട്രോഫിക്ക് പോലും പ്രണയം തോന്നിയിരിക്കാം. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി അവനെ തേടിയെത്തിയത് ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയാണ്. അവനങ്ങനെ കുതിച്ചു പായുമ്പോൾ പുന്നമടയിലെ ഓളങ്ങൾ പോലും അവന് മുന്നിൽ നിന്ന് പേടിച്ച് വഴിമാറിയിട്ടുണ്ടാകണം. സ്വന്തം റെക്കോർഡ് തന്നെ തിരുത്തി ഒരിക്കൽ കൂടി ഫിനിഷിംഗ് വരെ കടന്ന വീണ്ടും ഒരു റെക്കോർഡ് കുറിക്കുവാൻ അവനല്ലാതെ വേറെ ആർക്കാണ് കഴിയുക? KGF അടക്കി വാണത് റോക്കിയാണെങ്കിൽ നെഹ്റു ട്രോഫി അടക്കി വാണത് അവൻ മാത്രമാണ്. കാരിച്ചാൽ ചുണ്ടൻ സിൻസ് 1971. നെഹ്റു ട്രോഫി വള്ളംകളി എന്നത് ഒരാവേശമാണെങ്കിൽ കാരിച്ചാൽ എന്നത് ഒരു വികാരമാണ്. മലയാള സിനിമയ്ക്ക് മോഹൻലാൽ എന്ന പോലെ ജലോത്സവ ലോകത്തിന് അവനാണ് ഹീറോ. അവൻ മാത്രമാണ് ചക്രവർത്തിയും. അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. കേരളത്തിലെ സ്വർണ്ണാഭരണ വ്യാപാര ചരിത്രത്തിൽ ഹോൾസെയിൽ ജ്വല്ലറി എന്ന ആശയം ആദ്യം അവതരിപ്പിച്ച് റീഗൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി മഞ്ജു വാര്യരെ തെരഞ്ഞെടുത്തു. റീഗൽ ജ്വല്ലേഴ്സിന്റെ പരസ്യചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റികളിലും മഞ്ജു വാര്യരുടെ നിറസാന്നിധ്യമുണ്ടായിരിക്കും. ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ ഒരു മാറ്റത്തോടെ വീണ്ടും വെള്ളിത്തിരയിൽ സജീവമായ വ്യക്തിയാണ് മഞ്ജു വാര്യർ. അതുകൊണ്ട് മാറ്റമെന്ന ആശയം ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാൻ മഞ്ജു വാര്യരെ പോലെ യോഗ്യതയുള്ള മറ്റൊരാളില്ലെന്ന് റീഗൽ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ വിപിൻ ശിവദാസ് പറഞ്ഞു. സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിംഗ് ജ്വല്ലറിയായ റീഗൽ ജ്വല്ലേഴ്സിൽ എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങൾക്കും ഹോൾസെയിൽ പണിക്കൂലി മാത്രമാണ് ഈടാക്കുന്നത്. ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ സജീവ സാന്നിധ്യമാകാൻ ഈസ്റ്റേൺ. വിയപുരം ചുണ്ടന്റെ സ്പോൺസറായി പുതിയൊരു ചരിത്രം എഴുതുകയാണ് ഈസ്റ്റേൺ. ഈ സഹകരണത്തിന്റെ ഓർമ്മയ്ക്കായി ആർപ്പോ ഇറോ എന്ന പേരിൽ ഈസ്റ്റേൺ ഒരു ഹ്രസ്വചിത്രവും പുറത്തിറക്കി. നെഹ്റു ട്രോഫി വള്ളംകളി വെറുമൊരു കായിക വിനോദമല്ല, മറിച്ച് ഒരേ മനസ്സോടെ ഒരു ലക്ഷ്യത്തിലേക്ക് തുഴയുന്ന ഒരു ജനതയുടെ ആഘോഷമാണ് എന്നും ഈ കൂട്ടായ്മയുടെ ഊർജം ഈസ്റ്റേണിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമാകുമെന്ന് ഈസ്റ്റേൺ CEO ഗിരീഷ് നായർ പറഞ്ഞു. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഇന്നത്തെ വിപണി വിലയിരുത്തൽ എങ്ങനെയാണ്? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റങ്ങൾ കണ്ടിരുന്നു. അത് വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കണം. US-ന്റെ തീരുവ സംബന്ധിച്ച് അധിക തീരുവ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഒന്നും ആവാതിരുന്നതും നാളെ മുതൽ തീരുവ ഉണ്ടായേക്കുമെന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നതും വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. ആഗോള സാഹചര്യങ്ങളും അത്ര തൃപ്തികരമല്ല. അതുകൊണ്ട് ഇന്ന് അതിന്റെ ഒരു സ്വാധീനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. നാളെ വിപണിക്ക് അവധിയായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സ്വാധീനവും വിപണിയിൽ ഉണ്ടായേക്കാം. നിലവിൽ KCLൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ച് ആലപ്പി റിപ്പിൾസ്. സീസണിൽ ആലപ്പിയുടെ ആദ്യ വിജയമാണ് ഇത്. KCLൽ ഇന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും. 3 മത്സരങ്ങളും ജയിച്ച് 6 പോയിന്റുമായി പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് കൊച്ചി. 4 പോയിന്റുള്ള തൃശൂർ 3-ാം സ്ഥാനത്താണ്. 2-ാം മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. ഒരു മത്സരം മാത്രം ജയിച്ച ഇരു ടീമുകൾക്കും 2 പോയിന്റ് വീതമാണുള്ളത്. ഗുഡ് മോർണിംഗ് കേരളം ഇതോടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.